ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് നടപ്പാകും എന്നൊരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടോ? നമസ്കാരം. നമസ്കാരം. എനിക്കിവിടെ സമയം തരണം. ഇങ്ങോട്ട് ചോദിക്കുമ്പോ എനിക്കിവിടെ വന്ന സമയം തരണം. സമയം എല്ലാ ദിവസവും വിളിക്കുമ്പോഴെല്ലാം തരുന്നതാണല്ലോ. തരുന്ന അല്ല, ചോദ്യം ചോദിക്കുന്നതിന് മറുപടിക്കുള്ള ഒരു സമയം തരണം എന്ന് പറഞ്ഞാൽ ശരി, പറഞ്ഞോളൂ. പിന്നെ ഇതിപ്പോ ഈ സ്പീഡ് റെയിലായാലും റെയിലായാലും നാട്ടിൽ വരേണ്ട അത്യാവശ്യമാണ്, വരണം. അതേ BJP കാരനായ ശ്രീധര സാർ കൊണ്ടുവന്നാലും വേണ്ടില്ല, മൂത്ത കമ്മ്യൂണിസ്റ്റ് സഖാവ് കൊണ്ടുവന്നാലും വേണ്ടില്ല, കേരളത്തിന് അത്യാവശ്യമാണ്. പക്ഷെ ഒരു കാര്യം, ഏതെങ്കിലും വീട്ടിന്റെ അടുക്കളയിലോ ബെഡ്റൂമിലോ കൊണ്ട് കുറ്റിയിട്ട അത് എന്തായാലും കോൺഗ്രസ്സുകാരുമായിട്ട് പറിക്കും. ചാത്തന്നൂർ ചോദിച്ചിരുന്നു കോൺഗ്രസ്സുകാർ എന്തേ മിണ്ടാത്തതെന്ന്. അവര് മാന്യമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് ഫുൾ സപ്പോർട്ട് സതീശൻ കൊടുത്തിട്ടുണ്ട്. മാന്യമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ കൊടുക്കും. വല്ലവരും ബെഡ്റൂമിലോ കിച്ചണിലോ കൊണ്ടിടുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും മുമ്പ് കണ്ടതുപോലെ സ്ത്രീകൾ വലിച്ച് പുഴയെ കൊണ്ടിടും. ഇത് സാറ് ചോദിച്ചോളൂ. അപ്പൊ താങ്കൾ ആരുടെയും ബെഡ്റൂമിലൂടെയും ആരുടെയും വീട്ടിലൂടെയും ആരുടെയും സ്ഥാപനത്തിലൂടെയും കടന്നു പോകാതെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പദ്ധതി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്തിക്കാൻ താങ്കൾ കഴിയുമോ? ബെഡ്റൂമിൽ വേണ്ട സാറേ, ബെഡ്റൂമിലും കിച്ചണിലും മാത്രമല്ല, എവിടെയും ഒരു ട്രെയിൻ പോകുമ്പോൾ എന്നാൽ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, ഇതൊന്ന് വളഞ്ഞു പോയേക്കാം എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അങ്ങനെ പല റോഡുകളും അല്ല, അതാ ഞാൻ ചോദിച്ചത്. ട്രെയിൻ ഓടിക്കുന്ന ട്രെയിൻ കേരളത്തിൽ ഓടിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഇവിടെ ഒരു വീടുണ്ട്, ഒന്ന് വളഞ്ഞേക്കാമെന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരത്ത് നഗരം വിട്ട് പുറത്തു പോകാൻ കഴിയില്ല ഇതിന്. ഈ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഇങ്ങനെ കറങ്ങി നിൽക്കേണ്ടി വരും. ആ ഒരു സർവേ മാത്രമല്ല നടത്തണത്. ഈ കേൾക്കണവരും പറയാനൊരു മണ്ടന്മാരല്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ജയകുമാറിനടുക്കെ അങ്ങോട്ട് ചോദിച്ച ചോദ്യം ഇതാണ്. ജയകുമാർ പറഞ്ഞത് ആരുടെയും വീട് എടുക്കരുത്. അങ്ങനെ ആരുടെയും വീടെടുക്കാതെ സ്ഥാപനം എടുക്കാതെ കേരളത്തിലൊരു 10 കിലോമീറ്റർ ദൂരം, ഈ 400-500 ഒക്കെ പോട്ടെ, ഒരു 10 വേണ്ട ഒരു 2 കിലോമീറ്റർ ദൂരം ഈ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ആരുടെയെങ്കിലും വീടെടുക്കാതെ ഒരു റെയിൽ പദ്ധതി നടപ്പാക്കാൻ കഴിയുമോ? ഈ അത്രയും ഫുള്ളായിട്ട് വീട് പോകുന്നവരെ പോകട്ട്, അവർക്ക് അടുത്ത അക്കോമഡേഷൻ കൊടുത്താൽ മതി. ഇതിപ്പോ കൊണ്ടുവരുന്ന പാവപ്പെട്ട 2 സെന്റ് ഉള്ളവന്റെ 2 സെന്റ് ഉള്ളവന്റെയും 1 സെന്റ് ഉള്ളവന്റെയും 1 ഏക്കർ ഉള്ളവന്റെയും 2 ഏക്കർ ഉള്ളവന്റെയും ഒക്കെ ഒരു റെയിൽപാത തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പാതയിൽ വരുന്ന എല്ലാ സ്ഥലത്തും സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. അതില്ലാതെ നടപ്പാക്കാൻ കഴിയില്ല. വരുമല്ല, പോവല്ല. കേട്ടില്ല. വരുമല്ല, വീട് സ്ഥലവും പോവാതെ കിട്ടൂലല്ലോ. വരുമല്ലോ. അങ്ങനെ അല്ല, അങ്ങനെ കഴിയുമോ? അപ്പൊ കുറ്റി പറിച്ചു കളയാനാണെങ്കിൽ, കോൺഗ്രസ്സുകാർ കുറ്റി പറിച്ചു കളയാനാണെങ്കിൽ കോൺഗ്രസ്സുകാർ തീരുമാനിക്കണം, ഞങ്ങൾ ഈ നാടിന്റെ വികസനത്തിനെതിരാണ്, ഞങ്ങൾ ഈ നാടിന്റെ വികസനത്തിന് അംഗീകരിക്കില്ല എന്ന് തീരുമാനിക്കണം. ബെഡ്റൂമിൽ കൊണ്ട് കുറ്റി ഇട്ടില്ല എന്നല്ലേ മെനഞ്ഞാന്ന് കിടന്ന് തർക്കിച്ചാത്ര. ബെഡ്റൂമിൽ ബെഡ്റൂം എന്ന നല്ല വിഷയം. ബെഡ്റൂമോ ബാത്റൂമോ വീടോ ഏത് സ്ഥലത്തായാലും നേരെ പോകേണ്ട സ്ഥലത്ത് ആ സ്ഥലത്ത് എന്താണോ നിൽക്കുന്നത് അവിടെ കുറ്റി ഇടേണ്ടി വരും. ഇനിയാലും കുറ്റിയിടാതെ പുതിയ റെയിൽപാതയൊന്നും നിർമ്മിക്കാൻ കഴിയില്ല. മെനഞ്ഞാമത്തെ അടുത്ത് നോക്കണം, ബെഡ്റൂമിൽ കുറ്റി ഇട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ബെഡ്റൂമിൽ താങ്കൾ ഈ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ അതായത് വലിയൊരു ഒരു വീടിന്റെ എവിടെ പോയാലും ഒരുപോലെയല്ലേ? ബെഡ്റൂം പോയാലും അടുക്കള പോയാലും ഒക്കെ അല്ലേ? ഓരോരുത്തരുടെ ബാക്കി ചിലർക്ക് 3 സെന്റ് ആയിരിക്കും, ചിലപ്പോൾ 2 സെന്റും അത് പോവായിരിക്കും, ചിലപ്പോൾ 2.25 സെന്റും പോവായിരിക്കും. അതൊക്കെ അങ്ങനെയൊക്കെ വരും. അങ്ങനെയൊക്കെ ഇല്ലാതെ കഴിയില്ല. അങ്ങനെയുള്ളവർക്ക് കാശ് കൊടുക്കണം. ആര് പറഞ്ഞു കാശ് കൊടുക്കണം? അത് മെച്ചപ്പെട്ട കാശ് കൊടുക്കണം, മെച്ചപ്പെട്ടത് കൊടുക്കണം. ഈ എങ്ങനെയാണ് താങ്കൾക്കറിയാമോ എങ്ങനെയാണ് ദേശീയപാത ഈ സർക്കാർ വന്ന ശേഷം ദേശീയപാത വികസനം സാധ്യമായതെന്ന്? ഞാനും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഈ ബെഡ്റൂമിൽ കുറ്റി ഇട്ടാല് കുഴപ്പമില്ല. ആ ബെഡ്റൂമിലിരുന്ന കുറ്റി ആ പാർട്ടിക്ക് അടുത്തൊരു അക്കോമഡേഷൻ കൊടുക്കണം. അവർക്ക് അതിനുള്ള കാശ് കൊടുക്കണം. അത് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, മറ്റതിനും പറഞ്ഞതാണല്ലോ. ഇത് കൂടാതെ വർഷങ്ങളോളം കുറ്റിയിട്ടിട്ട് അവർക്കൊരു കല്യാണം നടത്താൻ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ. ശരി, ജയകുമാർ ഈ അന്ധമായ എതിർപ്പുമായി നിൽക്കുകയാണ്. അല്ലാതെ ഈ ബെഡ്റൂമും ബാത്റൂമും പറഞ്ഞോട്ടെ, അതിലൊന്നും ഒരു കാര്യമില്ല. ബെഡ്റൂമും ബാത്റൂമും ഒക്കെ കേരളത്തിൽ ദേശീയപാത വികസനം കേരളം കണ്ടതാണ്. ആളുകളൊക്കെ അവസാന നിമിഷം മത്സരിച്ച് എന്റെ സ്ഥലം കൂടി എടുക്കുമെന്ന് പറഞ്ഞാണ് നിന്നത്. അതിനുള്ള എമൗണ്ട് കൊടുത്തു തന്നെയാണ് ചെയ്തത്. ബെഡ്റൂം ഇട്ടിട്ട് 10 കൊല്ലത്തോളം ഒന്നും ചെയ്യാതെ ഇന്ന് കൊടുത്തിട്ടുണ്ടായി. കേരളിന്റെ കാര്യമല്ല പറഞ്ഞത്. കേരളിനായാലും നടപ്പാക്കാനാണെങ്കിൽ അങ്ങനെ പണം കിട്ടിയാലും കേരളിലിട്ടാണ് സ്ത്രീകൾ വലിച്ചു പറിച്ച് പുഴയെ കൊണ്ട് കളഞ്ഞത്. അതില്ല എന്നാണ് ഇന്നലെ പറഞ്ഞത്. ഇന്നലത്തെ തന്നെ ഒരു ചാനലിൽ പറയുന്നുണ്ട്, ഒരു റിപ്പോർട്ടർ പറയുന്നുണ്ട്, ആ കേരളിലിട്ട കിച്ചൺ കാണിക്കുന്നുണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് ഉപേക്ഷിക്കപ്പെട്ടു പോയി. എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ ഇന്ന് സാറിന്റെ വിളിച്ചതും കാണിച്ചതും. അല്ലാതെ ഇനി പദ്ധതി ഉണ്ടെന്നാലും ഞങ്ങൾ വലിച്ചൂരി കളയുമെന്ന് പറയുന്നത് എന്നിട്ട് പച്ചയ്ക്ക് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. ഞങ്ങൾ ഈ നാടിന്റെ വികസനത്തിനെതിരാണ്. ഇതുപോലെയാണ് കാലങ്ങളോളം കുറ്റിയിട്ട് വെച്ചിരുന്നത്. കാലങ്ങളോളം കുറ്റിയിട്ട് നിങ്ങൾ സമരവുമായി നിന്നാൽ എങ്ങനെ ആരെങ്കിലും സർക്കാരിന് പദ്ധതി നടപ്പാക്കുന്നത്? ബുദ്ധിമുട്ടിച്ചാൽ അത് ഉറപ്പായിട്ടും വലിച്ചു കളയും. ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നാണ്. ശ്രീ ബാലകൃഷ്ണൻ,
ഇ ശ്രീധരൻ വന്ന് കേന്ദ്രത്തിനെന്ന മട്ടിൽ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു, കേരള സർക്കാർ വേറൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നു. രണ്ടുപേരും കൂടി ആഞ്ഞു പിടിച്ചാൽ മാത്രം നടക്കേണ്ട ഒരു പദ്ധതിക്ക് ഇങ്ങനെ ബദൽ പദ്ധതികൾ പ്രഖ്യാപിച്ചതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. അതാണ് നമ്മുടെ കുട്ടി പറഞ്ഞത് തെറ്റി. ഇത് ബാലകൃഷ്ണൻ അല്ല കേട്ടോ, ബാലൻ പാലക്കാടാണ്. കേട്ടില്ല. ബാലകൃഷ്ണൻ അല്ല, നമ്മുടെ ഫോൺ അറ്റൻഡ് ചെയ്ത കുട്ടി പറഞ്ഞതാണ് തെറ്റിയത്. ബാലൻ പാലക്കാട്. എനിക്ക് ക്ഷമിക്കണം കേട്ടോ, സ്ഥിരമായി വിളിക്കുന്ന ബാലകൃഷ്ണൻ. ശ്രീ ബാലനാണ് പാലക്കാട്. ശ്രീ ബാലൻ പറഞ്ഞോളൂ. എന്താണ്? നമസ്കാരം ഭായി. നമസ്കാരം. എന്താണ് ഇവിടെ ബെഡ്റൂം കഴിഞ്ഞാ? അദ്ദേഹത്തിന് 2 ദിവസമായി ബെഡ്റൂമിൽ കുറ്റിയിട്ട് എന്നുള്ളതാണ് വിഷയം. എന്താണ് ചെയ്യാ? പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഏത് രൂപത്തിലേക്ക് രാഷ്ട്രീയം ഉണ്ടോ എന്ന് വെച്ചാൽ ചെറിയ തോതിൽ രാഷ്ട്രീയമുണ്ട്. ഞാൻ ആദ്യം പറയുമ്പോൾ ഞാനൊരു ചിന്തിരിപ്പും കാഴ്ചപ്പാടാന്ന് പറയരുത് കേട്ടോ. ഈ 700 കിലോമീറ്റർ ദൈർഘ്യത്തിൽ നിലവിൽ നമുക്ക് 4 എയർപോർട്ടുകളുണ്ട്. അത്യാവശ്യം വന്ദേ ഭാരത് ആണെങ്കിൽ ഒരെണ്ണം ഉണ്ട്, അമൃത എക്സ്പ്രസ് വരുന്നുണ്ട്, ശതാബ്ദി ഉണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. സർക്കാരിന്റെ കണക്കിൽ ഒരു 63 വളവുണ്ട് ഈ തിരുവനന്തപുരം കാസർഗോഡിന്റെ ഇടയിൽ. ഇതൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് ഡബിളിങ് പോലും പൊട്ടിക്കിട്ട് സ്ഥലം ഏറ്റെടുക്കാത്തതിന്റെ പേരില് ഇതൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ കുറെ ഭേദഗതി വരും. ഇനി ഇത് ആര് ചെയ്യുകയാണെങ്കിലും നല്ല കാര്യം. ഞാൻ ഇതിന്റെ മുന്നൊരിക്കൽ പറഞ്ഞാണ്, സ്പീഡ് നമുക്ക് ആവശ്യമാണ്. ആർക്കായിക്കോട്ടെ അത്യാവശ്യം സ്പീഡ് വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതിനീ പറഞ്ഞ മാതിരി ശ്രീധരനെ ഒരു രാഷ്ട്രീയമായിട്ട് കാണണ്ട. ശ്രീധരൻ രാഷ്ട്രീയത്തിലേക്ക് വന്നതന്നെ ശരിയല്ല അഭിപ്രായക്കാരനാണ് ഞാൻ. ഇവർ MLA ആവുകയാണെങ്കിൽ ഒരു MLA ആവേണ്ട ആളല്ല പുള്ളി. കൊങ്കണോ അല്ലെങ്കിൽ പാമ്പനോ കൊച്ചി മെട്രോ ഏതോ ആയിക്കോട്ടെ, പുള്ളി ഇങ്ങനെ നല്ല ഒരു ലോകം അംഗീകരിക്കുന്ന ഒരു എഞ്ചിനീയറിനെ വെറും ഈ രൂപത്തിലാക്കാൻ പാടില്ല. രാഷ്ട്രീയം മാറ്റി നിർത്തിക്കൊണ്ട് അറിയുന്നവരെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇതിപ്പോ നമ്മുടെ സർക്കാരിന്റെ RTC പിന്നെ സർക്കാരിന്റെ റെയിൽവേ പിന്നെ ഈ പിന്നെ ഗൂഢാണുങ്ങൾ സൊസൈറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന പണിയൊന്നുമല്ലല്ലോ അത്. അറിയുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഞാനത് പറയുള്ളൂ. കാര്യങ്ങൾ ഇവിടെ വേണം, അറിയുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. രാഷ്ട്രീയം ഒഴിവാക്കിയിട്ട് ഈ സംഭവം ഇവിടെ ആവശ്യമാണ് പറഞ്ഞു പറഞ്ഞോളൂ. ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ കുമാറാണ് പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജി കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരളത്തിൽ ഈ പദ്ധതി ഏതെങ്കിലും പ്രഖ്യാപനത്തിനപ്പുറം ഇപ്പോൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു ആത്മാർത്ഥത ഈ പദ്ധതി പ്രഖ്യാപനങ്ങളിലുണ്ടോ? നമസ്കാരം കിരൺജി. നമസ്കാരം. പാലക്കാട്ടിൽ നിന്നാണ്. ഇത് മറ്റേ ശ്രീധരൻ സാറ് പറഞ്ഞത് ഇപ്പൊ മാത്രമല്ലല്ലോ പറഞ്ഞിട്ടുള്ളൂ, ഇതിന്റെ മുന്നേയും പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു ഈ കേരളയിൽ വരുന്നതിന്റെ മുന്നേ ശ്രീധരൻ സാറ് ഇതിനെ പറ്റിയിട്ട് അതിവേഗ ട്രെയിനെ പറ്റി പറഞ്ഞതായിട്ടാണ് എന്റെ ധാരണ. തെറ്റാണെങ്കിൽ കിരൺ അത് വിമർശിക്കാം, അല്ലെങ്കിൽ തെറ്റ് തിരുത്താം. പക്ഷെ എനിക്ക് എന്റെ നല്ല ഓർമ്മയുണ്ട്, ഈ മഞ്ഞക്കുറ്റിയിലാണ് അങ്ങനെയാണ് ഫേമസ് ആയത്. ഈ കേരളയിൽ മഞ്ഞക്കുറ്റിയായിട്ടാണ് ഫേമസ് ആയത്. അതുകൊണ്ട് അങ്ങനെ പറയണം, അല്ലാണ്ട് വിരുദ്ധമായിട്ട് പറയുമെന്നല്ല. ഈ മഞ്ഞക്കുറ്റി കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ ഈ ശ്രീധരൻ സാറ് പാലക്കാട് മത്സരിക്കുന്നതിന് മുന്നേ, ഈ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതിന്റെ മുന്നേ ആയിട്ട് അതിവേഗ ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി മൂപ്പര് ബ്രോഡ്കാസ്റ്റ് ചെറിയ ചെലവിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അപ്പാടെ തള്ളുക ചെയ്താന്ന് പിണറായി വിജയൻ. ഇന്ന് പിണറായി വിജയൻ പറയുന്നുണ്ട്, ഈ പിണറായി വിജയനും മറ്റേ അവിടെ ഡൽഹിയിൽ കൊണ്ടുവരുത്തിയിട്ടുണ്ടല്ലോ തോമസ് ചേട്ടനെ, മൂപ്പരും പറയുന്നുണ്ട് ഈ ശ്രീധരൻ പറഞ്ഞിട്ടുണ്ട്, നോക്കട്ടെ അത് എങ്ങനെയൊക്കെയാണ് വരുന്നത് നോക്കട്ടെ. പക്ഷെ ആര് എന്തൊക്കെ നോക്കിയാലും സെൻട്രൽ ഗവൺമെന്റ് ഒന്ന് നടപ്പാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കേരള ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടെ പറയുകയാണ്, കേരള ഗവൺമെന്റിന്റെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ അതിവേഗ റെയിൽവേ, എന്റെ അഭിപ്രായം തിരുവനന്തപുരം ടു കാസർഗോഡ്, അത് നമ്മൾ 2 ദിവസം മുന്നേ ചർച്ച ചെയ്തിരുന്നു, ഈ ചാനലിൽ ചർച്ച ചെയ്തല്ലോ നമ്മള്. തിരുവനന്തപുരം ടു കണ്ണൂരല്ല, തിരുവനന്തപുരം ടു കാസർഗോഡ്. അതായത് അങ്ങനെ വരാണ്ടിരിക്കാനുള്ള യാതൊരു ചാൻസും ഇല്ല. ആദ്യം വേണ്ടത് എന്താ വെച്ചാൽ പരിസ്ഥിതി പഠനം നടത്തണം, DPR നടത്തണം. അതുമാതിരി സ്ഥലം വീട് നഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെതായ കോമ്പൻസേഷനും പുനരധിവാസവും ആദ്യം സെറ്റ് ചെയ്യണം. അല്ലാണ്ട് ഇപ്പൊ വയനാട് സ്ഥലം നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇനിയും വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.